ഒരു സ്ത്രീ കടന്നുപോകുന്ന ഏറ്റവും ആഴമേറിയതും തീവ്രവുമായ അനുഭവങ്ങളിലൊന്നാണ് പ്രസവം എന്നത്. മാസങ്ങളോളം അനുഭവിച്ച എല്ലാ വേദനകളും ആ കുഞ്ഞ് കൈകളിലേക്ക് എത്തുന്നതോടെ അവൾക്ക് ഇല്ലാതാകുന്നു. എന്നാൽ താൻ നൊന്തു പ്രസവിച്ച ആ കുഞ്ഞ് ചേതനയറ്റ് കിടക്കുന്നത് കാണാൻ ഏതൊരമ്മയ്ക്കാണ് കഴിയുക? അത്തരത്തിൽ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. കഴിഞ്ഞ മാസം 28-ന് ആശുപത്രിയിലെത്തിയ മനു സൗമ്യ ദമ്പതികളുടെ കുഞ്ഞിനാണ് ദാരുണ മരണം സംഭവിച്ചത്. സൗമ്യയ്ക്ക് പ്രസവവേദന കലശലായിട്ടും ബ്ലീഡിംഗ് തുടങ്ങിയിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ല. മൂത്രത്തിലെ പഴുപ്പാണ് ബ്ലീഡിങ്ങിന് കാരണമെന്നും വേദനയ്ക്ക് കാരണം ഗ്യാസ് ആണെന്നും പറഞ്ഞ ഡോക്ടർമാർ പാടെ അവരെ അവഗണിക്കുകയായിരുന്നു. ഒടുവിൽ എല്ലാ വേദനകളും കടിച്ചമർത്തി സൗമ്യ ആ വാർഡിൽ കിടന്നുകൊണ്ട് തന്നെ കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ അപ്പോഴേക്കും രക്തം കുടിച്ചതുമൂലം കുഞ്ഞിന്റെ സകല അവയവങ്ങളിലേക്കും രക്തമെത്തിയിരുന്നു. ഇതിനെ തുടർന്നുള്ള അണുബാധ കാരണമാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കാത്തുകാത്തിരുന്ന പൊന്നോമനയെ ശരിക്കുമൊന്ന് കാണാൻ പോലും ദമ്പതികൾക്കായില്ല. തന്റെ പൊന്നോമനയ്ക്ക് ഒരിറ്റു മുലപ്പാൽ കൊടുക്കാൻ പോലും സൗമ്യയ്ക്കായില്ല. തുടർന്ന് കുഞ്ഞിനെ 8 ദിവസം ICUവിൽ കിടത്തി. പക്ഷേ തക്ക സമയത്ത് വേണ്ട പരിചരണം നൽകാതെ അവഗണിച്ച കുഞ്ഞിന്റെ ജീവൻ തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. മകളുടെ ചേതനയറ്റ ശരീരം കണ്ട് ആശുപത്രി മോർച്ചറി പരിസരത്ത് വിങ്ങിപ്പൊട്ടിക്കരയുന്ന പിതാവ് മനുവിന്റെ കാഴ്ച കണ്ണു നിറയിക്കുന്നതായിരുന്നു. പ്രസവിച്ച ശേഷം കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കണ്ട് സന്തോഷിച്ച മനു പിന്നീട് കുഞ്ഞിനെ കാണുന്നത് 7 ദിവസങ്ങൾക്ക് ശേഷം മരിച്ച നിലയിലാണ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന മനുവിന് സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടായിരുന്നില്ല. എന്നാലും കുഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മനു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് കുഞ്ഞു മരിച്ചത് ലേബർ റൂമിലെ അനാസ്ഥ കൊണ്ടാണെന്നാണ് മനു പറയുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ അനാസ്ഥയുടെ പേരിൽ പരാതി വരുന്നത് ഇത് ആദ്യമായല്ല. കഴിഞ്ഞ 1.5 മാസത്തിനിടെ ചികിത്സാ പിഴവെന്ന ആരോപണമുയരുന്ന 3ാമത്തെ സംഭവമാണിത്. മുൻപ് മരിച്ചത് 2 സ്ത്രീകളായിരുന്നു. മരണത്തെ തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിച്ചത് സംഘർഷത്തിനിടയാക്കി. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിനോട് മന്ത്രി വീണ ജോർജ് വിശദീകരണം തേടിയിട്ടുണ്ട്. അണുബാധ മൂലമാണ് കുഞ്ഞിന്റെ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ചികിത്സാ പിഴവില്ലെന്നും കുഞ്ഞിന്റെ മരണത്തെപ്പറ്റി വിശദമായ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.